മഹബത്ത് വെക്കാൻ സാധിക്കണില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മീലാദ് ഷരീഫ് വരുമ്പോൾ ഘോഷയാത്ര പോവുകയാണെങ്കിൽ അതിന് വേണ്ടി മുട്ടായി കൊടുക്കലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പായസം കൊടുക്കലും അതിന് നാട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ തന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും കൂടുതൽ മഹബത്ത് അള്ളാഹിന്റെ റസൂലിനോട് ഉണ്ടോന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഇതുപോലത്തെ സദസ്സുകളുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം സദസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. എന്തിന്റെ പേരിലാണ്? നമുക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരികളാകുന്ന മശായിഖു ത്വരീഖുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ ബഹുമാനപ്പെട്ടവര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ നിന്ന് അവര് വീട്ടിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ആഗ്രഹം വരികയാണ്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും കൂടെ കാണണമെന്ന് അവർക്ക് ആഗ്രഹം വരികയാണ്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവർ വീട്ടിൽ ഇരുന്നില്ല, ഇരിപ്പ് കിട്ടണില്ല. ബഹുമാനപ്പെട്ടവര് അവിടെ എണീറ്റ് കൊണ്ട് ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് പോകുന്ന വഴിയിൽ ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അവർ ചിന്തിച്ചു പോവുകയാണ്. ഏത് സമയത്തും തന്റെ വല്ല പ്രയാസങ്ങളും വിഷമങ്ങളും അതെല്ലാം അള്ളാന്റെ റസൂലിനെ കാണുന്ന ആഗ്രഹിക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് റസൂലുള്ളാഹിനുള്ള മഹബത്ത് നമ്മൾ പറയാന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? നമ്മളിങ്ങനെ നോക്കിയാൽ ഞാൻ മൗലൂദിയത്തില് മീലാദ് ഷരീഫില് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട്, ഞാൻ ഘോഷയാത്രയിൽ ഉണ്ടായിട്ടുണ്ട്, അതിനു വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം എന്ത് മഹബത്താ? മുഅ്മിനീകളെ മഹബത്ത് നാവുകൊണ്ടുള്ളത്. മഹബത്തിന്റെ ബന്ധം കൽബാണ്. അതിന്റെ സ്ഥാനം മഹല്ല് കൽബാണ്. കൽബിലാണ് മഹബത്ത് വേണ്ടത്. ഏതൊരാളോടും മഹബത്ത് ഉണ്ടെങ്കിൽ മൻ നഹബ്ബ ശൈഅൻ ഫഅക്സറ ദിക്റഹു, ഏതൊരാളോടും മഹബത്ത് ഉണ്ടെങ്കിലും ആ മഹബത്തുള്ള ആളെ ദിക്ർ ഏത് സമയത്തും ഓർമ്മ തന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു. ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള സിൽസില നൂരിയയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജശ്ന സുഹൂർ നൂർ നബിദിന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. വേദിയിൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിനായി അഭിവന്യ ആത്മീയ ഗുരു പാറപ്പുറം ഇബ്രാഹിം ഖലീലുല്ലാ ഷാ നൂരി നവറല്ലാഹു മർക്കദഹു എന്നവരുടെ പുത്രനും സിൽസില നൂരിയ വൽ ആരിഫിയയുടെ ഖലീഫയുമായ ബഹുമാന്യനായ അബ്ദുൽ റഹീം ഹസനി നൂരി എന്നിവരെ ആദരപൂർവ്വം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ശഅനി ഹബീബിഹി ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ നബിയിനാ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ നബിയിനാ മൗലാനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ നബിയിനാ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ നബിയിനാ മൗലാനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ നബിയിനാ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, ബഹുമാനപ്പെട്ട ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഉസ്താദ്, അതുപോലെ മറ്റു ഖുലഫാക്കൾ, മുരിദന്മാർ, മുരിദത്തുകൾ, നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അവൻ്റെ കറമ കൊണ്ട് വളരെ സുന്ദരമായ മുഅല്ലമായ ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഈ സദസ്സും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി എല്ലാവിധ ഖിദ്മത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു അറിയിക്കുന്ന പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ ഫضل കൊണ്ട് മഹത്തായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൻ്റെ തുടക്കം മുതൽ ഇതുപോലത്തെ പരിപാടികളിൽ പങ്കെടുത്തവരാകാം നമ്മൾ. എന്നാൽ സാധാരണ രീതിയിലുള്ള ഒരു പരിപാടിയല്ല, അതിൽ നിന്നുപരി
മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷങ്ങൾ റബീഉൽ അവ്വൽ 1 മുതൽ നമ്മുടെ നാടുകളിൽ പല ഭാഗങ്ങളിലായി എല്ലാവിധ മഹല്ലുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സദസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് മഹബ്ബത്ത് റസൂല്, അതല്ലെങ്കിൽ ധാരാളം പേരുകളിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പരിപാടികളൊക്കെ നടത്തുക, അതല്ലെങ്കിൽ പങ്കെടുക്കുക എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ ഹൃദയത്തിൽ മഹബ്ബത്ത് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മ തൻ്റെ ജീവിതത്തിൽ നിലനിർത്തുന്ന, അതിന് പറ്റുന്നതായിരിക്കുന്ന സദസ്സുകൾ വളരെ കുറവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന പരിപാടികൾ എന്തുകൊണ്ടും വളരെ മഹോന്നതമായിരിക്കുന്ന പരിപാടികളാണെങ്കിൽ പോലും പല രൂപത്തിലും ആളുകൾ മീലാദ് ഷരീഫ് കൊണ്ടാടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പല മഹല്ലുകളിലും മദ്രസ പരിപാടികൾ, കുട്ടികളുടെ പാട്ടുകളും പ്രസംഗങ്ങളും അതുപോലെ ദഫ്മുട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കും. കാരണം മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വറഫഅനാ ലക ദിക്റക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. അത് നടന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഹബീബിനെ ശരിയായിരിക്കുന്ന രൂപത്തിൽ അറിയാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്ക് വേണ്ടത്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി എന്നത് തന്നെ സാധുക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ചെയ്ത വലിയ ഫضലാണ്. ഈ ലോകത്ത് 1,24,000-ഓളം വരുന്ന അമ്പിയാക്കൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഈ അമ്പിയാക്കളുടെ ഈ ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാവുക എന്നുള്ളത് അത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ലൈതനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശേഷം വരാനിരിക്കുന്ന മഹാനായിരിക്കുന്ന ഖാതമുൻ നബിയീനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയായെങ്കിൽ എത്ര നന്നായനെ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ദുആ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റസൂലിന് ഇത്രമാത്രം പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ, ആ റസൂലിന്റെ ഉമ്മത്തിയാവാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അടുത്തറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയങ്ങളാണ്, ഖാതിമുൻ നബിയീനാണ്, നമ്മുടെ നേതാവാണ്. ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ മാസം 12 എന്നൊക്കെ നമ്മൾ അറിയുന്നവരും മനസ്സിലാക്കിയവരുമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ കാലം മുതലേ നമ്മുടെ നാടുകളിലൊക്കെ മീലാദ് ഷരീഫ് മൗലൂദ് കൊണ്ടാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീലാദ് ഷരീഫ് വരുമ്പോഴേക്കും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഓടിയെത്തുന്നത് നമ്മുടെ മദ്രസകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളും കുട്ടികളുടെ കലാപരിപാടികളും ദഫ്മുട്ടുകളും തുടങ്ങിയതായിരിക്കുന്ന ഘോഷയാത്രകളൊക്കെയാണ്. എന്നാൽ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മഹബ്ബത്ത് റസൂൽ എന്താണ്, മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഘോഷയാത്ര നടത്തലും ദഫ്മുട്ട് നടത്തലും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചവരാണ് സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും. അതുകൊണ്ടാണ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങളുടെ സർവസ്വവും അങ്ങേക്ക് ദണ്ഡമാണ്, വാപ്പയും ഉമ്മയും സന്താനങ്ങളും സർവസ്വവും അങ്ങേക്ക് ദണ്ഡമാണ് എന്ന് സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായിരിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ്. മുഅ്മിനീങ്ങളെ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ശരിയായിരിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നമുക്ക് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കാൻ സാധിക്കണില്ല, മഹബത്ത് വെക്കാൻ സാധിക്കണില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മീലാദ് ഷരീഫ് വരുമ്പോൾ ഘോഷയാത്ര പോവുകയാണെങ്കിൽ അതിന് വേണ്ടി മുട്ടായി കൊടുക്കലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പായസം കൊടുക്കലും അതിന് നാട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൻ്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും കൂടുതൽ മഹബത്ത് അള്ളാഹിൻ്റെ റസൂലിനോട് ഉണ്ടോയെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഇതുപോലത്തെ സദസ്സുകളുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം സദസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണ്? നമുക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരികളാകുന്ന മശായിഖു ത്വരീഖുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ജീവന തുല്യം അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും തൻ്റെ സന്താനങ്ങളിൽ നിന്നും തൻ്റെ മറ്റുള്ളതായിരിക്കുന്ന ഒരു വിഷയങ്ങളിൽ നിന്ന് കിട്ടാത്തതായിരിക്കുന്ന എന്തൊക്കെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ കിട്ടുന്നുണ്ട് എന്ന് സഹാബത്ത് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് അള്ളാന്റെ റസൂൽ അവർക്ക് സ്നേഹിക്കാൻ സാധിച്ചത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഈമാനും ആ ഒരു മഹബത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സദസ്സുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും വർദ്ധിപ്പിക്കട്ടെ. നമുക്ക് സന്തോഷമാണ്. ബുർദ മജ്ലിസുകൾ, മുറിയാത്തതായിരിക്കുന്ന പഠന ക്ലാസ്സുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ, മൗലിദ് ഷരീഫിന്റെ സദസ്സുകൾ, ഇതൊക്കെ വളരെ കൂടുതൽ പഴയ കാലത്തിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. പക്ഷെ നമുക്ക് വേണ്ടത് ഇത്തരം പരിപാടികൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് തന്റെ ഹൃദയത്തിൽ വേണം. ഈ മഹബത്ത് തന്റെ ഹൃദയത്തിൽ വന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഈ മഹബത്ത് ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാവുള്ളൂ. ലാ ഈമാന ലിമൻ ലാ മഹബത്ത് ലഹു. ആർക്കും മഹബത്തില്ല അവനക്ക് ഈമാൻ ഇല്ല എന്നാണ്. ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്ന ഏത് അമലുകളാവട്ടെ, ആ അമലുകളൊക്കെ ഈമാനോടുകൂടെ ചെയ്യുമ്പോഴാണ് അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. ഈമാൻ കൂടാതെ ഏത് അമലുകൾ ചെയ്താലും അത് സ്വീകാര്യമല്ല. ഇനി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ദുന്യാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമലുകളാവണമെങ്കിൽ അതിന് ഈമാൻ നിർബന്ധമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈമാന് അത് മഹബത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മഹബത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് നമുക്ക് ഉണ്ടെങ്കിൽ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അത് ഖുർആനിൽ എണ്ണി പറഞ്ഞതായിരിക്കുന്ന ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറത്തുകും എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മാതാപിതാക്കളെക്കാളും സഹോദര സഹോദരിമാരെക്കാളും ഭാര്യമാരെക്കാളും താൻ സ്നേഹിക്കുന്ന തൻ്റെ വീടുകളെക്കാളും കച്ചവടത്തിനേക്കാളും ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് ഇതിനേക്കാളൊക്കെ കൂടുതൽ സ്നേഹം അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മഹബത്ത് വേണമെന്നാണ്. ആ മഹബത്ത് വന്നില്ല എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അതികഠോരമാകുന്ന ശിക്ഷണ പ്രതീക്ഷിക്കണമെന്നാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്. മുഅ്മിനീകളെ, ഇവിടെയാണ് ഈ മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഈ ബന്ധത്തിന്റെ പ്രസക്തി. ഈമാന് മഹാന്മാരാകുന്ന മശായിഖന്മാരെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈമാന് രണ്ട് രൂപത്തിലുണ്ടെന്ന്, വഹബിയുമുണ്ട് കസ്ബിയുമുണ്ട്. വഹബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി കൊണ്ട് നൽകുന്ന ഈമാനാണ്. രണ്ടാമത്തത് കസ്ബിയായിരിക്കുന്ന ഈമാനാണ്. കസ്ബിയായിരിക്കുന്ന ഈമാൻ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഈമാനാണ്. ആ ഈമാന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ, അല്ലാഹുവിനെ മഹബത്ത് വെക്കണമെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെങ്കിലും മഹബത്ത് വെക്കണമെങ്കിലും അല്ലാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ തിരിച്ചറിയാൻ സാധിക്കണം. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ജനിച്ച് മദീനത്ത് വഫാത്തായി. ഇതിന്റെ ഇടയിൽ ഇതായിരിക്കുന്ന ധാരാളം ചരിത്രങ്ങൾ പറഞ്ഞതുകൊണ്ടോ അത് കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വർദ്ധിക്കൂല.
തൻ്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും നിലനിൽക്കുന്ന ഒരു മഹബത്ത്, തൻ്റെ ജീവനു തുല്യം തൻ്റെ സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും സർവസ്വത്തിനേക്കാളും മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു ഉന്നതമായിരിക്കുന്ന ഒരവസ്ഥ കിട്ടണമെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം. ഇവിടെയാണ് നമ്മളും സഹാബത്തും തമ്മിലുള്ളതായിരിക്കുന്ന മാറ്റം. അവർ നമ്മളെപ്പോലെ മനസ്സിലാക്കിയവരല്ല സഹാബത്ത്. സഹാബത്ത് അവർ ജീവിതത്തിൽ പറയാ എന്നല്ല, അവർ ജീവിതത്തിൽ അവർ ജീവിച്ച് കാണിച്ച് സഹാബത്ത് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തന്റെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലും അള്ളാന്റെ റസൂലിന്റെ സഹവാസത്തിൽ ഇരിക്കലും ഏത് സമയത്തും ഒഴിവ് സമയങ്ങളൊക്കെ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൂമുഖം ദർശിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് വലിയ സന്തോഷവും പെരുന്നാളുമായിരുന്നു സഹാബത്തിന്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മാത്രമേ നമുക്ക് മീലാദ് ശരീഫ് ഉള്ളൂ. പിന്നെ വല്ല വീട് ഉദ്ഘാടനം വരണം, അതല്ലെങ്കിൽ വേറെ വല്ല മൗലൂദ് ആരെങ്കിലും ചെല്ലാൻ വേണ്ടി നിയ്യത്ത് ചെയ്യണം, അപ്പോഴൊക്കെ ഒരു മൗലൂദ് ശരീഫ് നമുക്കുള്ളത്. അല്ലെങ്കിൽ പിന്നെ റബീഉൽ അവ്വൽ വരുമ്പോൾ നമുക്ക് മൗലൂദായി, ബുർദാ ഷരീഫായി, ഘോഷയാത്രയായി, ദഫ്മുട്ട്, ഇങ്ങനെ പരിപാടികളൊക്കെ ആയി. നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ റസൂലുള്ളാഹിയുടെ മഹബത്തായി. മുഅ്മിനീങ്ങൾ അതൊക്കെ മഹബത്തിന്റെ ഭാഗമാണ്. പക്ഷേ തന്റെ ജീവന് തുല്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, എല്ലാത്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ എത്രമാത്രം മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ വേണം. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ ബഹുമാനപ്പെട്ടവര് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ നിന്ന് അവര് വീട്ടിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ആഗ്രഹം വരികയാണ്, മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒന്നും കൂടെ കാണണമെന്ന് അവർക്ക് ആഗ്രഹം വരികയാണ്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവർ വീട്ടിൽ ഇരുന്നില്ല, ഇരിപ്പ് കിട്ടണില്ല. ബഹുമാനപ്പെട്ടവര് അവിടെ എണീറ്റുകൊണ്ട് ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് പോകുന്ന വഴിയിൽ ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അവർ ചിന്തിച്ചു പോവുകയാണ്, അല്ലാഹുവേ, തന്റെ ഈ സമയത്ത് ഏത് സമയത്തും തന്റെ വല്ല പ്രയാസങ്ങളും വിഷമങ്ങളും അതെല്ലാം അള്ളാന്റെ റസൂലിനെ കാണുന്ന ആഗ്രഹിക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു സമയം വരും, ഞാനും മരണപ്പെടും, അള്ളാന്റെ റസൂലും ഈ ലോകത്തോട് വിട പറയും. അങ്ങനത്തെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അള്ളാന്റെ റസൂലിനെ കാണാൻ സാധിക്കും എന്ന് മാത്രല്ല, ഇനി മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ വരുമ്പോ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർഗം തരുകയാണെങ്കിൽ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എനിക്ക് എത്താൻ സാധിക്കുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ട് അവർ കരയാണ്. കരഞ്ഞുകൊണ്ടാണ് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു ചെല്ലുന്നത്. ഈ കരഞ്ഞ് കണ്ണ് കലങ്ങിയതായിരിക്കുന്ന അവസ്ഥയിൽ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിലേക്ക് ചെന്ന സമയത്ത് സഹാബത്ത് ചോദിക്കുകയാണ്, അല്ല സൗബാൻ എന്നവരെ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കരയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇന്ന് അള്ളാന്റെ റസൂലിനെ കാണണമെന്ന് തോന്നുമ്പോഴേക്കും അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വരിക, ഇരിക്കുക, അവിടുത്തെ ആ മുഖം ദർശിക്കുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാതും മറന്നു പോകുന്ന രൂപത്തിൽ ആ അള്ളാന്റെ റസൂലിന്റെ മുഖം കാണലോടുകൂടെ എല്ലാത്തിനും പരിഹാരമാണ്. ഇനി ഒരു സമയം വന്നു കഴിഞ്ഞാൽ, ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അള്ളാന്റെ റസൂലിനെ കാണാൻ സാധിക്കും എന്ന് മാത്രല്ല, നാളെ ആഖിറത്തിൽ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തേക്ക് അവിടത്തോട് അടുക്കാൻ എങ്ങനെ സാധിക്കും? ഇത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോ മറ്റുള്ള സഹാബത്തും കൂടി കരയാണ്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെയും ഈ വിഷയം അവർ വെക്കുകയാണ്. സഹാബത്ത് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂൽ ജവാബ് മറുപടി ഒന്നും പറയണില്ല. അല്പം സുക്കൂത്ത് പാലിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്ത് നിന്ന് ഖുർആൻ ഇറങ്ങുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് തുടങ്ങിയതായിരിക്കുന്ന ആയത്ത് ഇറങ്ങുകയാണ്. ആര് അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനും വഴിപ്പെട്ട്
അവര് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തായിരിക്കുന്ന സാലിഹ്, ശുഹദാ, സിദ്ദീഖ് ഈ ഗണത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുകയാണ്. വഹസുന ഉലൈക റഫീഖ. ഇവരെത്ര നല്ല കൂട്ടുകാരാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് എത്ര ഉന്നതമായിരിക്കുന്ന അവസ്ഥകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പൊ ആയതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ സദസ്സുകളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ളത്, മറ്റുള്ള സദസ്സുകളിൽ നിന്ന് കിട്ടാത്തതായിരിക്കുന്ന നിഅമത്ത് എന്താണ്? അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ഹബീബിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഇർഫാനാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്നത് ചെല്ലാനും ഒക്കെ ധാരാളം ചെല്ലുന്ന സദസ്സുകൾ കാണാൻ സാധിക്കും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുമ്പോഴേ തന്റെ സിട്ടാവായിരിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മുഹമ്മദ് റസൂലിനെ മനസ്സിലാക്കുമ്പോഴേ ഈ സമയത്തും മരിക്കാത്തതായിരിക്കുന്ന റസൂലിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞതും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും ഒരു അറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അല്ലാഹുവിനോട് മഹബ്ബത്ത് ഉണ്ടായി, അല്ലാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്ത് ഉണ്ടായി. അവർ സർവസ്വവും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി അർപ്പിക്കാൻ അവർ തയ്യാറായി. ഇനി നമുക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നമ്മൾ പറയാന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? നമ്മളിങ്ങനെ നോക്കിയാൽ ഞാൻ മൗലൂദിയത്തിൽ മീലാദ് ഷരീഫിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട്, ഞാൻ ഘോഷയാത്രയിൽ ഉണ്ടായിട്ടുണ്ട്, അതിനു വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം എന്ത് മഹബത്താ? മുഅ്മിനീകളെ, മഹബത്ത് നാവുകൊണ്ടുള്ളത്. മഹബത്തിന്റെ ബന്ധം കൽബാണ്. അതിന്റെ സ്ഥാനം മഹല്ല് കൽബാണ്. കൽബിലാണ് മഹബത്ത് വേണ്ടത്. ഏതൊരാളോടും മഹബത്ത് ഉണ്ടെങ്കിൽ മൻ നഹബ്ബ ശൈഅൻ ഫഅക്സറ ദിക്റഹു, ഏതൊരാളോടും മഹബത്ത് ഉണ്ടെങ്കിലും ആ മഹബത്തുള്ള ആളെ ദിക്ർ ഏത് സമയത്തും ഓർമ്മ തന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പഠിക്കാനും അറിയാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഒന്ന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം എന്നാണ്. മറ്റൊന്ന് വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിലുണ്ട്, അതും അറിയണം എന്നാണ്. ഇത് രണ്ടും എപ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ? ഇത് രണ്ടും അറിഞ്ഞതായിരിക്കുന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങളുമായി മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരികളാകുന്ന അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരികളാണ്. അൽ ഉലമാഉ എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുള്ളൂ. സാധാരണ നമ്മൾ ഒരു ദർസൊക്കെ തുടങ്ങുകയാണെങ്കിൽ സാധാരണ ആ ദർസിന് വരുന്ന ഉസ്താദന്മാർ സാധാരണ പറയുന്ന കാര്യങ്ങളാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. നമ്മളൊക്കെ ദർസ് പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാർ ക്ലാസ്സിലും വാതിലൊക്കെ പറഞ്ഞു അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ വാരിസീങ്ങളാണ് ഉലമാക്കൾ. അത് ഏത് ഉലമാക്കളെ കുറിച്ചാണ് ഈ പറഞ്ഞത്? കേവലം ഉലമാക്കളല്ല, അൽ ആരിഫ് ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ശരിയായിരിക്കുന്ന ഇർഫാൻ കൈവരിച്ചതായിരിക്കുന്ന ആരിഫീങ്ങൾ, അവരാണ് അൽ ഉലമാ. മറ്റുള്ള ആളുകളെ നിസ്സാരാക്കാൻ വേണ്ടി പറയില്ല. അവർക്ക് അതിന്റെ ലാഹിറിന്റെ പണ്ഡിതന്മാർക്ക് അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരികളാണ്, വാരിധീങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേവലം ഗ്രാമർ പഠിച്ച ആളുകളോ അല്ലെങ്കിൽ തഫ്സീറും മിഷ്കാത്തും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടെ തഫ്സീറും മിഷ്കാത്തും അതൊക്കെ പിന്നുണ്ടായതാണ്. അപ്പൊ അത് ദർസ് നടത്തുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല അൽ ഉലമാ എന്ന് പറഞ്ഞത്. അൽ ഉലമാ അൽ ആരിഫ് ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ശരിയായിരിക്കുന്ന ഇർഫാനുള്ളതായിരിക്കുന്ന ആലിമീങ്ങൾ, അവരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരാകുന്ന ആളുകളോട് ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവരോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ചും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മഹബത്ത് വർദ്ധിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മക്കത്ത് ജനിച്ച് മദീനത്ത് വഫാത്തായി. ഇതിന്റെ ഇടയിൽ കുറെ ചരിത്രങ്ങൾ പറഞ്ഞത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ അല്ല സഹാബത്തിന് മാറ്റുണ്ടായതും സഹാബത്തിന് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനും മഹബത്ത് വന്നത്. എങ്ങനെയുണ്ടായത്? അവർ ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും മനസ്സിലാക്കി, കേവലം ഒരു റസൂലല്ല, അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന മിൻ നൂരില്ലാ വ കുല്ലു ഷൈഇൻ മിൻ നൂരി എന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി.
അനമിന്നൂരില്ല, ഞാൻ അള്ളാഹുവിന്റെ നൂറിൽ നിന്നാണ്. വകുല്ലു ശൈഇൻ മിൻ നൂരി, സകല കായിനാത്തും എന്റെ നൂറിൽ നിന്നാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ സൃഷ്ടിക്കാൻ പോലും കാരണം മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനാണെങ്കിൽ, ഈ ആലമിന്റെ റബ്ബാണെങ്കിൽ, മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകത്തിന് റഹ്മത്താണ്. ആർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണോ അവർക്ക് മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ, അവിടെ നൂറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും ഹഖീഖത്തും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇടമുറിയാത്തൊരു മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ഉണ്ടാകുന്നത്. മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഹബ്ബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ സദസ്സുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചും ശരിക്ക് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കാനും മഹബ്ബത്ത് വെക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. കുറേ ഉസ്താദന്മാർ ഇൻഷാ അല്ലാഹ് നമ്മൾ വേദിയിൽ സംസാരിക്കാനുണ്ട്, ഞാൻ നീട്ടണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിപൂർണമായി അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ചും യഥാവിധി മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലുടനീളം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം നിലനിർത്താനും അവിടുത്തെ ഇത്തിബാഅ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട നമ്മുടെ വെളിപ്പാടകലെ കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവരുടെ കാലിൻ്റെ ചുവട്ടിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകം അതുകൊണ്ട് ഫൈൽ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ മുഴുവൻ മശായിഖന്മാരുടെയും പ്രത്യേകം അതുകൊണ്ടും ഫൈൽ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.